ഹലോ എവ്രി വൺ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ക്ലാസ് 10 CBSE റിയൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ബേസിക് ആയിട്ട് എന്താണ് റിയൽ നമ്പേഴ്സ് എന്ന് ഐഡിയ വേണം. അപ്പോൾ എന്താ റിയൽ നമ്പേഴ്സ് എന്ന് നോക്കാം. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. റിയൽ നമ്പേഴ്സിനെ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന കാറ്റഗറീനെ പറയുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഇനി സെക്കൻഡ് കാറ്റഗറി പറയുന്ന പേരാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഈ രണ്ട് കാറ്റഗറി നോക്കാലോ. എന്താ റാഷണൽ നമ്പർ എന്ന് നോക്കാം, എന്താ ഇറാഷണൽ നമ്പർ എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് റാഷണൽ നമ്പർ എന്താണെന്ന് നോക്കുമ്പോൾ റാഷണൽ നമ്പേഴ്സിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാം, പല കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതാവുമ്പോൾ ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് വരുന്നതാണ് ഇൻറ്റീജേഴ്സ്. ഫസ്റ്റ് കാറ്റഗറിയാണ് ഇൻറ്റീജേഴ്സ്. ഇനി ഇൻറ്റീജേഴ്സ് അല്ലാതെ നോൺ ഇൻറ്റീജേഴ്സും റാഷണൽ നമ്പറാണ്. നോൺ ഇൻറ്റീജേഴ്സ്, ഇൻറ്റീജേഴ്സ് ആൻഡ് നോൺ ഇൻറ്റീജേഴ്സിനെയാണ് റാഷണൽ നമ്പറിൽ പറയുന്നത്. അതുപോലെ ഈ ഇൻറ്റീജേഴ്സിൽ പോസിറ്റീവ് ഇൻറ്റീജർ ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റീജർ ഉണ്ട്, സീറോ ഉണ്ട്. അപ്പോൾ ഇൻറ്റീജേഴ്സിൽ 3 ടൈപ്സ് ഉണ്ട്: പോസിറ്റീവ് ഇൻറ്റീജർ, നെഗറ്റീവ് ഇൻറ്റീജർ ആൻഡ് സീറോ. ഇത്രയാണ് ഇൻറ്റീജേഴ്സിൽ 3 ഡിവിഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കാലോ. പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ 1, 2, 3 പോസിറ്റീവ് നമ്പേഴ്സ്. നെഗറ്റീവ് ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ -1, -2, -3, അതിൽ പിന്നെ സീറോ. ഇത് 3ഉം കൂടി ആഡ് ചെയ്തിട്ടാണ് ഇൻറ്റീജർ എന്ന് പറയുന്നത്. ഇൻറ്റീജർ. ഓക്കെ. ഇനി ഈ ഇൻറ്റീജറിലെ പോസിറ്റീവ് ഇൻറ്റീജർ പ്ലസ് 0 ആയാൽ അതിനെന്ത് വിളിക്കും? വോൾ നമ്പർ. വോൾ നമ്പർ. ബോത്തായിട്ട് പോസിറ്റീവ് ഇൻറ്റീജർ പ്ലസ് 0 വരുമ്പോഴാണ് വോൾ നമ്പർ എന്ന് വിളിക്കുക. അപ്പോൾ ലൈക്ക് വൈസ് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോഴോ 0 ഇല്ലാത്തത്. നാച്ചുറൽ നമ്പർ മീൻസ് 1, 2, 3, 4 ദാറ്റ് വൈസ്. ഇനി വോൾ നമ്പർ പറയുമ്പോൾ ഇതിലോട്ടൊരു 0യും കൂടി ആഡ് ആവും. നാച്ചുറൽ നമ്പറിൽ 0 കൂടി വന്നാൽ അത് വോൾ നമ്പറായി. ഇനിയോ ഇൻറ്റീജേഴ്സ് അറിയാലോ. ഇൻറ്റീജേഴ്സിൻ്റെ കാറ്റഗറിയിൽ എന്തൊക്കെയുണ്ട്? നെഗറ്റീവ് ഇൻറ്റീജർ, 0, പോസിറ്റീവ് ഇൻറ്റീജർ. -2, -1, പിന്നെ ഇത് നെഗറ്റീവ് ഇൻറ്റീജർ, നെഗറ്റീവ്, ദെൻ 0, പിന്നെ എന്താ പോസിറ്റീവ് ഇൻറ്റീജർ 1, 2, 3. ഇത്രയാണ് വരുന്നത്. ഇപ്പോൾ റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ ഉള്ള കാറ്റഗറിയിൽ വരുന്ന നമ്പേഴ്സാണ് ഇത്. ഇപ്പോൾ റാഷണൽ നമ്പർ നമ്മൾ മാത്തമാറ്റിക്കലി എന്താ റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ എഴുതണമല്ലോ. റാഷണൽ നമ്പറിനെ മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ എഴുതുമ്പോൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? റാഷണൽ നമ്പർ ഈസ് എ നമ്പർ വിച്ച് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് P/Q. P/Q ഫോമിൽ എഴുതാൻ പറ്റണം റാഷണൽ നമ്പർ. അതിനൊരു കണ്ടീഷൻ ഉണ്ട്, such that Q not equal to 0. Q 0 ആവാത്ത കണ്ടീഷനിൽ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെ വിളിക്കുന്നതാണ് റാഷണൽ നമ്പേഴ്സ്. ഒരു കാര്യം കൂടി ഉണ്ട്, ഈ P, Q ബിലോങ്സ് ടു ഇൻറ്റീജേഴ്സ്. Pയും Qയും ബിലോങ്സ് ടു ഇൻറ്റീജർ. ഇൻറ്റീജറിൽ ബിലോങ് ചെയ്യണം. അങ്ങനെയാണ് റാഷണൽ നമ്പർ. മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കേസസ് എടുത്ത് നോക്കാം. ഫസ്റ്റ് 2 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നോക്കുമ്പോൾ ആൻസർ 0.6666 ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്യാതെ പോകും. പക്ഷെ ഇവിടുത്തെ നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. 6 കഴിഞ്ഞാൽ പിന്നെയും 6, പിന്നെയും 6, അങ്ങനെ റിപ്പീറ്റിംഗ് അല്ലേ. അപ്പോൾ ഇതെന്ത് പറയാം? ഇതിൻ്റെ ആൻസർ 2/3ൻ്റെ ആൻസർ എന്താണ്? നോൺ ടെർമിനേറ്റിംഗ്. നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇതിന് ആൻസർ കഴിയുന്നില്ലല്ലോ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവല്ലേ. അപ്പോൾ നോൺ ടെർമിനേറ്റിംഗ് ആണ്. ബട്ട് എന്താണ്? ഒരേ നമ്പർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കല്ലേ, 6, 6, 6, ബട്ട് റിപ്പീറ്റിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ഒരു ആൻസർ കിട്ടി. നോൺ ടെർമിനേറ്റിംഗ്, റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഡെസിമൽ ആണ്. അങ്ങനെ കിട്ടി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. പൈൻ്റെ വാല്യൂ എത്രയാ? 3.14 ആണ്. പക്ഷേ ഡെസിമൽ ആയിട്ട് എഴുതുമ്പോൾ 22/7 എന്ന് എഴുതാലോ. അപ്പോൾ അതിൻ്റെ ആൻസർ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടൽ 3.1428557. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാതെ പോകുമെന്ന് വെച്ചാൽ ഈ നമ്പേഴ്സ് റിപ്പീറ്റ് ആയിട്ട് വരില്ല, പല വേറെ നമ്പേഴ്സ് ആയിരിക്കും വരിക, റിപ്പീറ്റ് ചെയ്തിട്ടല്ല. പക്ഷെ ഇത് ടെർമിനേറ്റ് ചെയ്യുന്നില്ല, എൻഡ് ചെയ്യുന്നില്ല.
സോ ഇതെന്താ നോൺ റിപ്പീറ്റിംഗ് ആൻഡ് നോൺ ടെർമിനേറ്റിംഗ് ആണ്. നോൺ റിപ്പീറ്റിംഗ് ആൻഡ് നോൺ ടെർമിനേറ്റിംഗ് ആണ് ഈ പൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഫ്റ്റർ ഡെസിമൽ വാല്യൂസ് ചെക്ക് ചെയ്യണം. ഒരു ആൻസറിൻ്റെ ആഫ്റ്റർ ഡെസിമൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് റിപ്പീറ്റിംഗ് ആണ്, ടെർമിനേറ്റിംഗും ആണ്. അതായത് ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് റിപ്പീറ്റിംഗും ആണ്, ടെർമിനേറ്റിംഗും ആണെങ്കിൽ അതിനെന്ത് വിളിക്കാം? റാഷണൽ നമ്പർ എന്ന് വിളിക്കാം. റാഷണൽ നമ്പർ. ഇനി നോൺ റിപ്പീറ്റിങ്ങും, ഇനി നേരത്തെ പൈ 22/7 പറഞ്ഞ പോലെ അത് നോൺ റിപ്പീറ്റിംഗ്, റിപ്പീറ്റ് ചെയ്യാത്ത നമ്പറും നോൺ ടെർമിനേറ്റ് ചെയ്യാത്ത നമ്പറും ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇറാഷണൽ നമ്പേഴ്സ്. സോ ഇത്രയേ ഉള്ളൂ ഇതിലെ കൺസെപ്റ്റ്. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.